ഹലോ പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ പോയിട്ടുള്ളത് നോളജ് സിറ്റിയിലേക്കാണ്. ആ നോളജ് സിറ്റി കാണാൻ തന്നെ ഭയങ്കര രസമാണ്. പരിസ്ഥിതിപരമായിട്ട് നോക്കുകയാണെങ്കിൽ ചുറ്റുപാടും നല്ല എന്താ പറയുക, നമുക്ക് മനസ്സിന് കുളിരേക്കുന്ന കാഴ്ചകളും. നോളജ് സിറ്റി എന്ന ആശയം അത് ഒരുപാട് വിദ്യാർത്ഥികൾ പഠിക്കാനുള്ള ഒരു സമുച്ചയമായി മാറാനും, അതായത് ഡോക്ടർമാർ, ലോ കോളേജ്, അതേപോലെ തലീമിങ്ങൾ, അതേപോലെ പല മേഖലകൾ, ഇംഗ്ലീഷ് സ്കൂളുകൾ, അതേപോലെ പല പല സ്കൂളുകൾ, എല്ലാ സ്കൂളുകളും, അതേപോലെ കോളേജുകളും, അതേപോലെ നൂതന സാങ്കേതിക വിദ്യയിൽ ചെയ്തെടുക്കുന്ന ഹോസ്പിറ്റലുകളും, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ, യോഗ, തെറാപ്പി, ക്ലിനിക്ക്, അങ്ങനെ എല്ലാ മേഖല, ഫാർമസി, അതേപോലെ ഡ്രസ് ഷോപ്പുകൾ, അങ്ങനെ പല തരത്തിലുള്ള ഷോപ്പുകൾ, പലതരത്തിലുള്ള രീതിയിലുള്ള ഓഡിറ്റോറിയങ്ങൾ വിവാഹത്തിന് വേണ്ടിയിട്ട്. ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് വിവാഹത്തിൻ്റെ ഓഡിറ്റോറിയമാണ്. അതേപോലെ എല്ലാം അടങ്ങിയ ഒരു പാക്കേജാണ് നോളജ് സിറ്റി. ആ നോളജ് സിറ്റിക്ക് നമ്മൾ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. അത് അവർ കാഴ്ച സമയമൊക്കെ ഒരുക്കുന്നത് അതായത് ശനി ഞായർ ദിവസങ്ങളിലാണ്. അപ്പോൾ പറ്റുന്നവർ അങ്ങോട്ടൊന്ന് പോയി നോക്കുക. കാരണം നമുക്ക് നമ്മുടെ നാട്ടിൽ ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ഒരു സിറ്റിയായി മാറിയ ഒരു സംരംഭമാണ് നോളജ് സിറ്റി. കാരണം അവിടെ പോയി കഴിഞ്ഞാൽ എല്ലാ മേഖലയും പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതേപോലെ പൂർത്തിയായതുണ്ട്, നടക്കാൻ ഉദ്ദേശിക്കുന്നതുണ്ട്, അങ്ങനെ പുതിയ പുതിയ പ്രൊജക്റ്റുകൾ വരുന്നുണ്ട്. ഞാൻ കാണിക്കുന്ന ഓരോന്നും ചിലത് ഹോസ്പിറ്റലുകളാണ്, ചിലത് കോളേജുകളാണ്, അതേപോലെ മർക്കസിൻ്റെ പള്ളി, അതൊക്കെ വലിയ അത്ഭുതം നിറഞ്ഞ ഒരു കാര്യമാണ്. കാരണം വലിയ ഈ ലോകത്തിലെ തന്നെ ഇടം പിടിച്ച പള്ളിയാണ്. അതേപോലെ ഞാൻ അവിടെ വന്നപ്പോൾ തന്നെ പുറം നാടുകളിൽ നിന്ന്, അതായത് ഇന്ത്യക്ക് അകത്ത് തന്നെയുള്ള ആളുകൾ അവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് ഒരു ആൾക്കാർ അതിനെക്കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ, അങ്ങനെയുള്ള ഹെൽപ്പ് ഡെസ്കുകൾ, അതേപോലെ എല്ലാ മേഖലയിലും നമുക്ക് പഠിച്ചെടുക്കാൻ, ജാതി ഭേദമന്യേ എല്ലാവർക്കും പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത്. ഞാനിപ്പം കാണിക്കുന്ന കെട്ടിടം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളാണ്, ഒരു സ്കൂള്. അതേപോലെ ഒരുപാട് കെട്ടിടങ്ങളുണ്ട്. ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാൻ വരെ. ലോ കോളേജാണ് ഇപ്പം കാണിക്കുന്നത്. കാരണം അത്രമാത്രം കെട്ടിടങ്ങൾ, എടുത്ത ഫോട്ടോ ഏതാണെന്ന് ഇതിനെക്കുറിച്ചാണ് തന്നെ കറക്റ്റായിട്ട് പറയാനുള്ള ഇതിൽ. കാരണം അത്രക്കാരും ബിൽഡിങ്ങുകളാണ്. പിന്നെ കാഴ്ചകൾ കണ്ടില്ലേ, ചുറ്റിനും ഈന്തപ്പഴത്തിൻ്റെ മരങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. അതിന് മുകളിൽ പള്ളി, അതിൻ്റെ താഴെ ഷോപ്പുകൾ, നല്ല ഭംഗിയാണ് കാണാൻ. നിങ്ങൾ എവിടെ പോയി നോക്കിയാലും എന്താ പറയുക, നമ്മൾ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ മനസ്സിന് കുളിരേകുന്ന കാഴ്ചകളാണ്. ഈ ചുറ്റിനും നിന്നിട്ട് നമുക്ക് അവിടെ ഒരു 5 മിനിറ്റ് സ്പെൻഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലായി നമുക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയർ കിട്ടും. സാധാരണ നമുക്ക് ചുറ്റിനും വൃത്തികേടും മറ്റേ അങ്ങനെയുള്ള ഇതും കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് നല്ലതായ റോഡ്, നല്ലതായ ചുറ്റുപാട്, നല്ലതായ അന്തരീക്ഷം, നമ്മുടെ ചുറ്റിനും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ലൊരു ഇതല്ലേ. നമ്മൾ ബാത്റൂമൊക്കെ കണ്ടില്ല, നോളജ് സിറ്റിൻ്റെ ബാത്റൂമാണ്. ഒരു നമുക്കിപ്പോൾ പുറത്തുനിന്നൊരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവരെ ട്രീറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പം ഭംഗിയിൽ സംവിധാനിക്കുക. വൃത്തി എന്നുള്ളത് നമ്മൾ ഇസ്ലാമികപരമായിട്ട് പറയുകയാണെങ്കിൽ തന്നെ നമ്മൾ വൃത്തി ഏറ്റവും ഇസ്ലാമിൻ്റെ പൂർണ്ണ ഘടകം. കാരണം ഒരാൾ 5 നേരം പല്ലിയൊക്കെ തന്നെ ഇസ്ലാം കാര്യമായിട്ട് സുന്നത്തായിട്ട് പറയുന്നുണ്ട്. അതേപോലെ തന്നെയാണ് വൃത്തി. നമ്മൾ കുളിക്കാൻ പറ്റുകയാണെങ്കിൽ ആ കുളിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുക, അത് നല്ല ഭംഗിയിൽ ഒരുക്കുക എന്നുള്ളത് ഒരു പള്ളിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അത് വൃത്തിയില്ലാതെ നമ്മൾ പള്ളിയിൽ കയറി കഴിഞ്ഞാൽ നജസ് കാര്യങ്ങളുണ്ട്. ഇനിയിപ്പോൾ അത് മറ്റുള്ളവരിലേക്ക് പാസ് ചെയ്യുകയാണ്. ഇങ്ങനെ വൃത്തി ഒരു ഇസ്ലാമിൻ്റെ ഘടകമാണ്. അതേപോലെ ജനങ്ങളിലും ഇതൊരു നല്ലൊരു കാര്യമാണ്. അപ്പോൾ ചുറ്റിനും സംരക്ഷിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. വൃത്തിയിൽ സംരക്ഷിക്കുക. അത് ഞാൻ ചിലയിടത്ത് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഞാൻ നമ്മുടെ പഠിച്ച കോളേജുണ്ട്, ഡീപ്പോൾ കോളേജ്, അത് നല്ല വൃത്തിയാക്കാണ് ഇപ്പോൾ ഇവിടെ പോയി കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഓരോ വൃത്തിനെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, ഇപ്പോൾ നമ്മുടെ നല്ല റോഡുകൾ വന്നാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മളെ നാടിനൊരു പെരുമുണ്ടാവില്ലേ. കുണ്ടും കുഴിയും നിറഞ്ഞ റോഡുകൾ കാണുമ്പോഴും നമ്മളെ റോഡ് എന്താ പറയുക, നല്ല അടിപൊളി റോഡുകൾ, അടിപൊളി പള്ളികൾ, അടിപൊളി അമ്പലങ്ങൾ, അടിപൊളി ഇതൊക്കെ എല്ലാം വേണം. ഒന്ന് അടിപൊളി ഹോസ്പിറ്റലുകൾ, അടിപൊളി എന്ത് തന്നെയായാലും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ എന്ത് തന്നെയായാലും, ഇനി സാമൂഹ്യപരമായിട്ട് എന്ത് തന്നെയായാലും ഉള്ളത് ഭംഗിയാക്കുക. അത് കുറച്ചാണെങ്കിലും വലുതാണെങ്കിലും ചെറുതാണെങ്കിലും എല്ലാം ചെയ്യരുത്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഭംഗിയാക്കി കൊണ്ടിരിക്കുക. ഇപ്പോൾ സർക്കാരായാലും ശരി, പുറത്തുള്ളതായാലും ശരി, ഉള്ളിലുള്ളതായാലും ശരി, ഉള്ളത് ഭംഗിയാക്കി കഴിഞ്ഞാൽ നമുക്ക് മാത്രമല്ല നമ്മുടെ ചുറ്റിനുള്ളവർക്കും നല്ല ഉപകാരം. നമുക്ക് കുറേ സാധനം ഉണ്ടായിട്ട് കാര്യമില്ല, ഉള്ളത് കുറച്ചാണെങ്കിൽ തന്നെ അത് ഭംഗിയാക്കുക. അത് മർക്കസ് നോളജ് സിറ്റി അടിപൊളിയായിട്ട് ഇത്രയും വലിയൊരു കെട്ടിടങ്ങളും ഇതും അടിപൊളിയാക്കി സൂക്ഷിക്കുന്നതിൽ മർക്കസ് നോളജ് സിറ്റി ഭയങ്കരമായിട്ട് ഉഷാറായി. ആ പള്ളി തന്നെ ഏകദേശം കോടിക്കണക്കിന് ഉറുപ്പിൻ്റെ പള്ളിയാണ്. അതുകൂടാതെ ഇത്രയധികം കെട്ടിടങ്ങൾ അതും കെട്ടിപ്പടുക്കണമെങ്കിൽ അതൊക്കെ ഒരു നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഒരു വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇത്രമാത്രം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു മതപരമായിട്ടുള്ള കാര്യങ്ങൾ ഇൻഡസ്ട്രീസ് തയ്യാറാകുമ്പോൾ ആ വിദ്യാഭ്യാസത്തിന് എല്ലാ മതസ്ഥരെയും ഒരുക്കിക്കൊണ്ട്, എല്ലാ മതസ്ഥരെയും ജാതി മതഭേദമന്യേ അവർക്കൊക്കെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ അവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ, അപ്പോൾ അവർ നാളെ സമൂഹത്തിൽ എന്താണ് നമ്മുടെ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് എന്ന മെസ്സേജ് അത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് തുടങ്ങും. അങ്ങനെ ഷെയർ ചെയ്യുമ്പോഴാണ് നമുക്ക് വികസനങ്ങൾ വരുന്നത്. കാരണം ഇന്നല്ലെങ്കിൽ ഞാനോ നിങ്ങളോ അല്ല വേറൊരാളോ അവർ കാരണമായിട്ട് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നടക്കുമ്പോഴാണ് ഒരു രാജ്യത്തിന് എന്താ പറയുക ഭംഗി ഉണ്ടാകുന്നത്, രാജ്യത്തിന് കെട്ടുറപ്പുണ്ടാകുന്നത്, അതേപോലെ രാജ്യത്തിന് സമാധാനം ഉണ്ടാകുന്നത്. ആളുകൾ വിദ്യാഭ്യാസത്തിലും ഇതിനൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു തുടങ്ങും. ആളുകളുടെ വിദ്വേഷം കുറഞ്ഞു വരും.
ഇപ്പം ഇവിടെ കാണാൻ വരുന്നവർ മുസ്ലിം സഹോദരന്മാരുണ്ട്, അതേപോലെ അമുസ്ലിം സഹോദരന്മാരുണ്ട്, എല്ലാവരും വരുന്നുണ്ട്. കാരണം എന്താ, അത് കാണേണ്ട കാഴ്ച തന്നെയാണ്. നിങ്ങൾ ഒരു പള്ളിൻ്റെയൊക്കെ ഒരു മാതൃക, എന്തോ അലങ്കാരമാണ് ആ പള്ളിൻ്റെ ഓരോ എഴുത്തുകൾ കാണാൻ, നല്ല വൃത്തിയാണ് കാണാൻ. ഞാൻ അവിടെ പോയ സമയത്ത് ഉസ്താദ് ഉണ്ടായിരുന്നു, ഹക്കീം അസ്ഹരി ഉസ്താദിനെ കാണാനും പറ്റി. ഉസ്താദ് കാര്യങ്ങളൊക്കെ ഉസ്താദിനോട് സംസാരിച്ചു. ഇങ്ങനെ ഞാനൊരു ട്രാവലറാണ്, ലോകം മൊത്തം സഞ്ചരിക്കാനുള്ള പരിപാടിയാണ്, ഓൾ ഇന്ത്യയാണ് ഇപ്പം ചെയ്തിട്ടുള്ളത്. അതുപോലെ അവിടെ ഇതാക്കുന്ന കപ്പയാണ്. കപ്പ എന്ന് പറഞ്ഞാൽ നമ്മുടെ അതിൽ കണ്ണൂർ ഭാഷയിൽ കപ്പ എന്ന് പറയും, അതായത് മരച്ചീനി. പിന്നെ ഇത് റംബൂട്ടാനാണ്. ഈ നടന്നു പോകുന്ന വഴികളൊക്കെ റംബൂട്ടാൻ ഒഴിച്ചു പിടിപ്പിച്ചിരിക്കുകയാണ്. അതേപോലെ മർക്കസ് നോമ്പ് കാലത്ത് തന്നെ ബത്തക്ക അവിടെ തന്നെ കൃഷി ചെയ്തിട്ട് വിളവെടുക്കുകയാണ് ഉണ്ടായതെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു അപ്പോൾ എല്ലാവരും പോകുകയും നോക്കുക. മർക്കസ് നോളജ് സിറ്റി കാണേണ്ട കാഴ്ചയാണ്. എല്ലാവരും പോകാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ ഈ നോളജ് സിറ്റിയിലെ കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരമുള്ള അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുവരിക, കാണേണ്ട കാഴ്ചയാണ്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്തെടുക്കാൻ, ഇതിൻ്റെ ചെറിയ രീതിയിൽ ചെയ്തെടുക്കാനുള്ള എന്തെങ്കിലും ആശയങ്ങൾ കിട്ടും. നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും പുതിയ പുതിയ അറിവുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളതായ ബിസിനസ് എങ്ങനെ മെച്ചപ്പെടുത്താം, അല്ലെങ്കിൽ നിങ്ങളുടെ വിദ്യാഭ്യാസം എങ്ങനെ മെച്ചപ്പെടുത്താം, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളുടെ വിദ്യാഭ്യാസം നൽകാം, അങ്ങനെ ഇതൊക്കെ നമുക്ക് ഒരു നാട്ടിൽ പോയി കഴിഞ്ഞാൽ, ഒരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ, ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അത് നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. നേടിയെടുക്കുന്നവർക്ക് അവർക്ക് ഭാവിയിൽ ഗുണമുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് ഗുണമുണ്ടാവും, അതേപോലെ നമ്മുടെ ചുറ്റിനുള്ളവർക്ക് ഗുണമുണ്ടാവും. അപ്പോൾ നമ്മൾ സമൂഹത്തിന് വേണ്ടി ജീവിക്കുമ്പോഴാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ സമൂഹത്തിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുക. അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളും നിങ്ങളുടെ മക്കളുടെ കാര്യങ്ങളും പ്രയത്നിക്കാനും ആളുകളുണ്ടാവും. ആരും ഇല്ലെന്ന് വിചാരിച്ച് നമ്മൾ ഒരു സ്ഥലത്ത് പോവുകയാണെങ്കിൽ, ഒരു സ്ഥലത്ത് ജീവിക്കുകയാണെങ്കിൽ, നമ്മളെപ്പോഴും ഒറ്റപ്പെട്ട സംസ്കാരം അത് നമ്മളെ മക്കളിലേക്കും അടിച്ചേൽപ്പിക്കും. ആ മക്കൾ എന്ത് ചെയ്യും? നിങ്ങളെയും ഒറ്റപ്പെടുത്തും. അങ്ങനെയുള്ള സമൂഹത്തിൽ ജീവിക്കാതെ സമൂഹമായിക്കൊണ്ട് ഒന്നിച്ചു കൂടിയിരിക്കുന്ന ഒരു സംസ്കാരം നമുക്ക് വീണ്ടെടുക്കണം. അങ്ങനെ വീണ്ടെടുത്ത് കഴിഞ്ഞാൽ നാളെ നമ്മളെ മക്കളും നമ്മളെ കൂടെ ഒന്നിച്ചുണ്ടാവും, ബാക്കിയുള്ളവരും ഉണ്ടാവും. അങ്ങനെയാണ് വൃദ്ധസദനങ്ങൾ പോലുള്ള സദനങ്ങൾ വരികില്ല. അതുപോലെ നിങ്ങൾക്ക് മക്കളെപ്പോഴും കൂടെ ഉണ്ടാവും, നിങ്ങളെ കൂടെയുള്ളവരെപ്പോഴും കൂടെ ഉണ്ടാവും, നിങ്ങളെ ചുറ്റിനുള്ളവരെപ്പോഴും കൂടെ ഉണ്ടാവും. നിങ്ങളെ വിദ്യാഭ്യാസം നിങ്ങളിൽ മാത്രം ഒതുങ്ങിക്കില്ല, നിങ്ങളുടെ മക്കളിൽ ഉണ്ടാവും, അതേപോലെ നിങ്ങളുടെ ചുറ്റുപാടിനും ഉണ്ടാവും. വിദ്യാഭ്യാസം കൂടുന്നതിനനുസരിച്ച് മക്കൾ നോക്കില്ല എന്നുള്ള സംസ്കാരമല്ല, സംസ്കാരം എന്നുള്ളതും വിദ്യാഭ്യാസമാണ്. അത് ഒരുത്തന് പഠിപ്പിച്ചു കൊടുക്കുമ്പോഴാണ് ആ വിദ്യാഭ്യാസം പൂർണ്ണതയിലെത്തിക്കുന്നത്. അത് വിദ്യാഭ്യാസം സംസ്കാരമൊക്കെ പഠിക്കേണ്ടത് നമ്മളിൽ നിന്ന് തന്നെയാണ്. അപ്പം നമ്മൾ വിദ്യാഭ്യാസം സംസ്കാരം എന്നുള്ള വിദ്യാഭ്യാസം പഠിപ്പിക്കുക, അതേപോലെ സ്നേഹങ്ങൾ പഠിപ്പിക്കുക, കുടുംബങ്ങൾ പഠിപ്പിക്കുക, ചുറ്റുപാടുകൾ പഠിപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന പല കാര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ എൻ്റെ കാര്യം തന്നെ, എനിക്കിപ്പം എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കാര്യങ്ങൾ നാട്ടുകാരോട് പറയും. അത് ചിലർ അക്സെപ്റ്റ് ചെയ്യും, ചിലർ അക്സെപ്റ്റ് ചെയ്യാതിരിക്കും. അപ്പോൾ എന്നിരുന്നാലും നമ്മൾ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വജതമാണ് പറഞ്ഞത്. അതായത് നമ്മൾ പരിശ്രമിക്കുക, അത് വിജയിക്കുക തന്നെ ചെയ്യും. പക്ഷെ നമുക്ക് നല്ല ഉറപ്പുണ്ടാവണം. തവക്കൽത്തു അലല്ലാഹ്. ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുന്നതും ചെയ്യുന്നതും ചെയ്യിപ്പിക്കുന്നതും അള്ളാഹുവിൽ തവക്കുലാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ദൈവത്തിൽ തവക്കുലാക്കി കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ നടന്നു തുടങ്ങും. അപ്പോൾ നമ്മൾ അതിനുള്ള വഴികൾ തുറന്നിടണം. നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ജീവിക്കാനുള്ള കാലങ്ങൾ കുറച്ച് കാലങ്ങൾ ഉണ്ടാവും. ആ കാലങ്ങൾ നമ്മൾ ഭംഗിയാക്കുക, നമ്മൾ ചുറ്റിനുള്ളവരെ ഭംഗിയാക്കുക, നമ്മൾ കാര്യങ്ങൾ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ സാധിക്കട്ടെ. അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നിങ്ങൾ തീരുമാനിക്കുക. അപ്പം എല്ലാവർക്കും ഒറ്റ വാക്കിൽ ജയ് ഹിന്ദ്.